ഹായ് മക്കളെ, അങ്ങനെ CBSE ക്ലാസ് 10 കുട്ടികളുടെ ആദ്യത്തെ എക്സാം ഇംഗ്ലീഷ് ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ഞങ്ങളുടെ എജ്യൂപോർട്ടിൻ്റെ മക്കളോടൊക്കെ ചോദിക്കുമ്പോൾ അത്യാവശ്യം നല്ല എളുപ്പമുള്ള എക്സാം ആണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന സെയിം പാറ്റേണിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. PYQകൾ കൃത്യമായി വർക്കൗട്ട് ചെയ്തിട്ട് അതേപോലെ 2-3 മോക്ക് ടെസ്റ്റുകളും കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈസിലി ആയിട്ട് A1 സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം. നിങ്ങളുടെ പരീക്ഷ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈസി ആയിരുന്നോ, ആവറേജ് ആയിരുന്നോ, ഡിഫിക്കൽട്ട് ആയിരുന്നോ എന്നുള്ളത്. അതിപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് സമയം കളയേണ്ടത് കഴിഞ്ഞിരിക്കുന്നു. കാരണം പാസ്റ്റ് ഈസ് പാസ്റ്റ്. കാരണം ഒരുപാട് കുട്ടികളാടാ അതെന്ത് മണ്ടത്തരാ ഞാൻ ചെയ്തത്, അതും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 2 മാർക്കും കൂടെ കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞിട. കാരണം നമ്മുടെ മുന്നിൽ ഇനി 4 എക്സാമും കൂടെ ഉണ്ട്. ആൻഡ് ഈ 4 എക്സാമുകളിൽ മാത്സ്, സയൻസ്, സോഷ്യൽ എന്നുള്ള മോസ്റ്റ് ക്രിട്ടിക്കൽ, അതായത് ഒരുപാട് കുട്ടികൾക്ക് മാർക്ക് നഷ്ടപ്പെടുന്ന 3 എക്സാമുകൾ ഇനിയും ബാക്കിയാണ്. അതിൽ തന്നെ തൊട്ടടുത്ത് 20-ാം തീയതി നിങ്ങളുടെ സയൻസിൻ്റെ എക്സാം വരിക അല്ലേ. മാത്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ടഫുള്ള ഒരു സബ്ജക്റ്റാണ്. ആൻഡ് ഇതിൽ ഞാനൊരു കാര്യം പറഞ്ഞട്ടെ, നിങ്ങളിപ്പോൾ എന്താണ് ഒരു ആവറേജ്, അതായത് എന്തായാലും ഫുൾ A1 കിട്ടും എന്നുള്ള കുട്ടികളുടെ തൊട്ടു താഴെയുള്ള കുട്ടികളാണെങ്കിൽ നല്ല ടെൻഷനിലാണ് ഉണ്ടാവും അല്ലേ. അതായത് ഒരു 60% കിട്ടുള്ളൂ, അല്ലെ 80, മാക്സിമം 90 വരെ എത്തുള്ളൂ. ഇന്നേ വരെ 90% എത്തിയിട്ടില്ല സാർ എന്ന് കരുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സയൻസ് എന്ന് പറയുന്നത് ഏറ്റവും ടഫാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് 4 ദിവസം 16, 17, 18, 19 ഫുൾ ഡേ സ്റ്റഡി ലീവ് കിട്ടുകയാണ്. ആൻഡ് നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് 13 ചാപ്റ്റേഴ്സാണ്, 13 ചാപ്റ്റേഴ്സ് ഓൺലി. ആൻഡ് ഈ 13 ചാപ്റ്റർ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടടാ സയൻസിൽ A1 നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങളിങ്ങനെ ആലോചിക്ക്, രാവിലെ ഒരു ചാപ്റ്റർ, ഉച്ചയ്ക്ക് ഒരു ചാപ്റ്റർ, രാത്രി ഒരു ചാപ്റ്റർ, ഡെയിലി 3 ചാപ്റ്റർ വെച്ച് പഠിക്കുകയാണെങ്കിൽ തന്നെ 4 ദിവസം കൊണ്ട് 12 ഉണ്ടാവും. ഒന്ന് ഇന്നും പഠിച്ചാൽ മതി. സാർ പറയുന്നത് കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട്, പക്ഷെ ഇതൊന്നും നടക്കില്ല എന്നല്ല നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് ഒരു 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ അവരുടെ പോയിന്റിൽ ചിന്തിച്ചുകൊണ്ട് ഓരോ സെക്കൻഡുകളും നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങളോട് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. ആൻഡ് അതുപോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും, സയൻസ് നിങ്ങൾ ജീവിതത്തിൽ ഇതിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള സയൻസ് എക്സാം ആയിരിക്കും. സോ ആ കാര്യം പറഞ്ഞു തരാൻ വേണ്ടി ഇന്ന് രാത്രി 7 മണിക്ക് ഒരു സ്റ്റഡി പ്ലാനും അതേപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള 4 ദിവസം എജ്യൂപോർട്ട് എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനും തരാം, ഇന്ന് രാത്രി പറഞ്ഞുതരാം. അതുമാത്രമല്ല, ഇന്ന് സ്റ്റഡി പ്ലാനിന് ശേഷം കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്നുള്ള ചാപ്റ്റർ ലൈവായിട്ട് നമ്മൾ റിവൈസും ചെയ്യണം. നിങ്ങളൊന്ന് ഇതുവരെ ഒരു പക്ഷേ എജ്യൂപോർട്ടിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. അതായത് ഇത്രയേ ഉള്ളൂ, ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഇന്ന് രാത്രി 7 മണിയാകുമ്പോൾ കഴിയുമ്പോഴത്തേക്കൊരു കോൺഫിഡൻസ് വരും നടക്കുന്നുള്ളത്. ആൻഡ് അങ്ങനെ കോൺഫിഡൻസ് വന്നിട്ടുള്ള ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യും, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 60ഉം 70ഒക്കെ സ്കൂൾ പ്രതീക്ഷിച്ച കുട്ടികൾ 93ഉം 98%ലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നിങ്ങൾക്ക് ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മറക്കാതെ വരിക, ഇപ്പം തന്നെ അലാറം വെക്കുക. 7 മണിക്ക് ഇന്ന് രാത്രിയാണ് 15-ാം തീയതി, ഫെബ്രുവരി 15-ാം തീയതി രാത്രി. നിങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടായിരിക്കണം. ലൈവിൻ്റെ ലിങ്ക് ഇതാ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ വീഡിയോ അവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ലൈവിൻ്റെ ലിങ്ക് പോയി ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് നോട്ടിഫൈ മീ കൊടുത്ത് വെക്കുക. രാത്രി 7 മണിക്ക് കാണാം. നിങ്ങളുടെ എല്ലാ ടെൻഷനും മാറ്റി കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളെ ഞാൻ മാറ്റിത്തരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പിൻ്റെ ആവശ്യമുണ്ട്. ചേച്ചി ഫിസിക്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, മാത്സ് ആണ് എൻ്റെ ടെൻഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ മെൻറ്റർഷിപ്പ് തരാൻ വേണ്ടി എജ്യൂപോർട്ട് ഒരു എക്സ്ക്ലൂസീവ് ചാനലും തുടങ്ങിയിട്ടുണ്ട്, വാട്സപ്പ് നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി. ആ വാട്സപ്പ് ചാനലിലെ ലിങ്കും ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതും എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്ത് വെക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇന്ന് രാത്രി 7 മണിക്ക് കാണാം. ബൈ.